ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ കാക്ക കുറച്ച് സാധനങ്ങൾ ദുബായിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവമാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് ഉമ്മയുടെ കാര്യങ്ങളൊന്നും വണ്ടി വന്നപ്പോൾ ഒരു വലിയൊരു പെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. ഉമ്മക്കുള്ളതാണ്, അങ്ങനെ കൊച്ചു മുട്ടായിയാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫോണൊന്നും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തുറക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇത് ദുബായിൽ നിന്ന് വാങ്ങിയാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പണ്ടത്തെ മുട്ടായികളാണ്. അപ്പോൾ എന്താണ് പൊളിക്കുമ്പോഴേ പറഞ്ഞിട്ട് ഉമ്മാക്ക് ഇവിടുന്നാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫുൾ പഴയ മുട്ടായികളൊക്കെയാണ് കേട്ടോ. പഴയത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കാലത്തല്ലാത്ത പഴയ കാലങ്ങളിലുള്ള മുട്ടായികളൊക്കെയാണ്. ഫസ്റ്റ് തന്നെ ഈ ഒരു സാധനമാണ്. ഇതിൻ്റെ പേരിക്ക് അത്ര ഒരു ഇതില്ല, അറിയില്ല. എന്താണ് ബർഫിയോ അങ്ങനെ എന്തോ പറയേണ്ട ഒരു പേരുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ വേറൊരു ജ്യൂസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ പോലെയാണ് കേട്ടോ അത്. പിന്നെ ഇത് മറ്റേ ഇത് എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, തീരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ പമ്പര മുട്ടായി ഉണ്ടല്ലോ, അത് സംഭവം കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഈ എന്താ പുളിമുട്ടായിയോ പുളിയച്ചാറങ്ങൾ എന്തോ പറയുമല്ലോ സംഭവം, അതിൻ്റെ സംഭവം കേട്ടോ. ഇത് കുറേ ഉണ്ടായിരുന്നു ഈ സംഭവം ഇങ്ങനെ ഡബ്ബറൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര മാത്രമുള്ള കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പാടായിട്ട്. അതിൻ്റെ പല കളറിലും ഉള്ളതൊക്കെ പാടായിക്കാണ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീന്, റെഡ്, വൈറ്റ് ഒക്കെ പാടായിട്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്മളത് സോനാപ്പപ്പിൻ്റെ നമ്മൾ ഈ ബോക്സിലായിക്കാണുള്ള സംഭവമാണ്. പിന്നെ നല്ല ബൾഫിയോ അങ്ങനെ സംഭവം ഉണ്ടാവില്ല, അതിൻ്റെ കോക്കനട്ട് ഫ്ലേവറിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ബൾഫി കോക്കനട്ട് ഫ്ലേവറിൻ്റെ സംഭവമാണ്. പിന്നെ അടുത്തത് വേറൊരു ഫ്ലേവറിൻ്റെ മൈസൂർ പാക്കാണ് കേട്ടോ ഇത്. പിന്നെ വന്നത് നമ്മുടെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ബൾഫി, അതാണ് കേട്ടോ, ഡേറ്റ്സിൻ്റെ ബൾഫിയാണ്. പിന്നെ ഇത് പണ്ടത്തെ എല്ലാവരും കഴിച്ചിട്ടുള്ള സംഭവമാണ്, പക്ഷേ ഇതിന് ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമ്മൾ പിസ്ത ഒരു ചെറിയ പാക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഈ തേൻ മുട്ടായി തേനില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ആ സംഭവമുണ്ട്. പിന്നെ ഈ അലുവ ഈ ബ്ലാക്ക് അലുവ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടായത്. അതിങ്ങനെ പൊതിഞ്ഞ് വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അലുവയാണെന്നുള്ളത്. പിന്നെ പേപ്പറൊക്കെ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അലുവയാണ്. പിന്നെ നമ്മൾ ഈ പുളിമുട്ടായി നമ്മൾ ഈ സ്പൂണിൽ വെച്ചിട്ടുള്ള സംഭവം, പക്ഷെ ഞാൻ അതിൻ്റെ ചെറിയ സ്പൂണിൻ്റെ ഞാൻ കഴിച്ചിട്ടുള്ളത്. ചെറിയ സ്പൂൺ, ഇതിൽ ചെറിയ സ്പൂണുള്ളത് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. വലിയ സ്പൂൺ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പുളിമുട്ടായിൻ്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ എന്ന് പറയണത് ഈ ഒരു സംഭവം, ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എന്തൊരു പേരെങ്കിലും ഈ സംഭവം കേട്ടോ ഇത്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ മറ്റേ നമ്മളെ ഈ മിക്സറൊക്കെ പോലെ ഉള്ള ഒരു ടൈപ്പാണ്. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറുതായിട്ടൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ ഭയങ്കര മധുരം ഇങ്ങനെ തലക്ക് പിടിക്കുന്ന ടൈപ്പാട്ടോ അതൊക്കെ. ഇതതിൻ്റെ വേറൊരു സംഭവമുണ്ട് ഇത്. പിന്നെ വന്നിട്ട് നമ്മളെ ഇത് പിന്നെ എല്ലാവർക്കും അറിയണമാണല്ലോ ഈ രണ്ടെണ്ണം, കടലമുട്ടായും പിന്നെ മറ്റേ ഈ ഒരു ബ്ലാക്കിൽ വരുന്നതും കൊണ്ടുള്ളത്. ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ചോക്കി ഇതാണ് എനിക്കുള്ളതിൽ ഏറ്റവും ഞാൻ കൂടുതൽ കഴിച്ചതും എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളതായിട്ടുള്ള സംഭവമാണ് ഇതാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ തിന്നിട്ടുള്ളത് ഇതേക്കാളും. ഈ എന്താ പറയുക ഇതിനെന്തോ പറയല്ലോ നമ്മൾ, പുളിയച്ചാറോ എന്താ പറയും. അപ്പോൾ ആ സംഭവം 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ സംഭവം ഇതിന് മൂടൊക്കെ ഉടക്കൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. നമ്മൾ നാടിപല ഉണ്ടല്ലോ, നാടിപല പാക്കറ്റിലൊക്കെ ആയിക്കാണ്ട് കുഞ്ഞു കവേഴ്സിലൊക്കെ ആയിക്കൊണ്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ എവിടെയും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, വാങ്ങണതാണ് ഉമ്മക്ക് ആയിക്കാണ്ട്.
അപ്പം അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് 2 വാങ്ങിയിട്ടുണ്ട്. കാരണം കാക്കട്ടുള്ള ടൈമിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പണ്ട് ഈ സാധനം വാങ്ങണമായിരുന്നു. പിന്നെ ഇതും പണ്ടത്തെ മുട്ടായിൽ പെടുന്നൊരു സ്പോട്ട്. പിന്നെ ഇതും പുളിമുട്ടായിൽ ഇങ്ങനെ പിരിച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ളൊരു സംഭവത്തിൻ്റെ ഇതാണ്. അങ്ങനെ കൂടുതൽ പുളിമുട്ടായിൻ്റെ ആണുള്ളത്. പിന്നെ ഇത് ചോക്കർ മുട്ടായിയോ അങ്ങനെ എന്തോ പറയുമല്ലോ. അപ്പോൾ ആ സംഭവമാണ് അത്. പിന്നെ അടുത്തത് നമ്മൾ ഈ സാധനത്തിൻ്റെ പേരെന്തേന്നു, പിന്നെ ഈ അബിപ്പൊടി എന്നൊക്കെ പറയും ചിലർ. അപ്പോൾ ആ സംഭവമാണ്. അപ്പോൾ പിന്നെ അടുത്തത് നമ്മൾ ഈ സ്പൂണിൻ്റെ ഉണ്ടല്ലോ, അത് 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ബദാം ബദാം ഇട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കാക്ക കൊടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.